നമസ്കാരം. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാവാം നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ തുടക്കം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ഉത്തർപ്രദേശിലെ ക്രമസമാധാന നിലയും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും നമ്മൾ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടോ? എവിടെ നോക്കിയാലും ഗുണ്ടാ വിളയാട്ടവും മാഫിയ രാജ്യം മാത്രം ഉണ്ടായിരുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് സമാധാനത്തോടെ ഒരു രാത്രി പോലും ഉറങ്ങാൻ കഴിയാതിരുന്ന ഒരു ഇരുണ്ട കാലമുണ്ടായിരുന്നു നമുക്ക് മുൻപിൽ. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കും അമ്മമാർക്കും ധൈര്യമായി സ്വന്തം വീടിന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അന്ന്. നമ്മുടെ നാട്ടിലെ കർഷകർക്കും കച്ചവടക്കാർക്കും തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം സമാധാനത്തോടെ അനുഭവിക്കാനുള്ള സാഹചര്യം പോലും അന്നുണ്ടായിരുന്നില്ല. ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള സംരക്ഷണത്തിലും തണലിലും ക്രിമിനലുകളും ഗുണ്ടാസംഘങ്ങളും തെരുവിൽ അഴിഞ്ഞാടിയപ്പോൾ അതിന്റെ വലിയ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണ ജനങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കണ്ണു തുറന്നു കാണുന്ന പുതിയ ഉത്തർപ്രദേശ് അതല്ല. ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലിയ മാറ്റങ്ങളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് അവിടെ വന്നിട്ടുള്ളത്. പഴയ ഗുണ്ടാസംഘങ്ങളെയും വലിയ മാഫിയകളെയും നിയമത്തിന്റെ വഴിയിലൂടെയും ഭരണകൂടത്തിന്റെ ശക്തമായ ഇച്ഛാശക്തിയിലൂടെയും അടിച്ചമർത്താൻ ഇന്നത്തെ സർക്കാരിന് പൂർണ്ണമായും സാധിച്ചിട്ടുണ്ട്. ഈ ഒരു മാറ്റം കേവലം താൽക്കാലികമായ ഒന്നല്ല, മറിച്ച് സംസ്ഥാനത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ അടിത്തറയെ തന്നെ അപ്പാടെ മാറ്റി എഴുതുന്ന ഒന്നാണ്. ഭയമില്ലാത്ത തികച്ചും സമാധാനപരമായ ഒരു അന്തരീക്ഷം ജനങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞതാണ് ഈ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായി നമ്മൾ കാണേണ്ടത്. ഈ വികസന തുടർച്ചയും ക്രമസമാധാന നിലയും ഇനിയും ശക്തമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ഇപ്പോൾ വലിയൊരു ജനസമ്പർക്ക പരിപാടിയുമായി ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി ചെല്ലുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ജയിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് സർക്കാർ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ സാധാരണക്കാരുടെ വീട്ടുപടിക്കൽ കൃത്യമായി എത്തുന്നുണ്ടോ എന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുക എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്നൌവിൽ നടന്ന BJPയുടെയും NDA സഖ്യകക്ഷികളുടെയും നിർണായക യോഗങ്ങളെ പറ്റി നിങ്ങൾ എല്ലാവരും മാധ്യമങ്ങളിലൂടെ വിശദമായി അറിഞ്ഞു കാണുമല്ലോ. ദേശീയ നേതാവ് നിതിൻ നവീന്റെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് ഈ സുപ്രധാന യോഗങ്ങൾ നടന്നത്. വെറുമൊരു രാഷ്ട്രീയ ഒത്തുചേരൽ എന്നതിനപ്പുറം താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് അവിടെ വളരെ ഗൗരവകരമായ ചർച്ചകൾ നടന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പാവപ്പെട്ടവർക്കായി കൊണ്ടുവന്ന ജനക്ഷേമ പദ്ധതികൾ ഓരോ ഗ്രാമത്തിലും ഓരോ വീടുകളിലും അർഹരായ എല്ലാ കുടുംബങ്ങളിലും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ള പ്രധാന ചുമതല. ഓരോ വ്യക്തിക്കും തങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ഒരു ഇടനിലക്കാരന്റെയും ചൂഷണമില്ലാതെ നേരിട്ട് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് ഈ പുതിയ നീക്കം. നിങ്ങളൊന്ന് സ്വയം മാറി നിന്ന് ചിന്തിച്ചു നോക്കൂ. പണ്ട് സാധാരണക്കാരുടെ ജീവിതം നരകതുല്യമാക്കിയ ആ പഴയ ഗുണ്ടാഭരണത്തിന് ആരാണ് ഇവിടെ അറുതി വരുത്തിയത്? യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ നടപടികളിലൂടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം പൂർണ്ണമായി തിരികെ കൊണ്ടുവന്നത്. ഇന്ന് ജനങ്ങൾക്ക് ഒരു ഭയവുമില്ലാതെ ജീവിക്കാനും ബിസിനസ്സുകാർക്ക് ധൈര്യമായി പുതിയ നിക്ഷേപങ്ങൾ നടത്താനും സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിയമപാലനത്തിൽ സർക്കാർ കാണിച്ച ഈ കർശന നിലപാടുകൾ മാത്രമാണ്. പഴയ അഴിമതി രാഷ്ട്രീയത്തിലേക്കോ വികസനം മുടക്കുന്ന കലാപങ്ങളിലേക്കോ വീണ്ടും ഒരു മടങ്ങിയവരവ് UPയിലെ ജനങ്ങൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ലെന്ന് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ വ്യക്തമാക്കിയത് അതുകൊണ്ടാണ്. വികസനവും സമാധാനവും തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഇപ്പോൾ കേവലം ക്രമസമാധാനം നിലനിർത്തുക എന്നത് മാത്രമല്ല, ഉത്തർപ്രദേശിനെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റാനുള്ള ദീർഘവീക്ഷണമുള്ള പുതിയ പദ്ധതികളാണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. വിമാനത്താവളങ്ങളുടെയും ലോകോത്തര ഹൈവേകളുടെയും വികസനത്തിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിലൊന്നായ നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് പൂർണ്ണ സജ്ജമാകുന്നതോടെ വിദേശ നിക്ഷേപങ്ങളും ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളുമാണ് UPയിലേക്ക് ഒഴുകിയെത്തുക. ഇതിനൊപ്പം ബുന്ദേൽഖണ്ഡ് എക്സ്പ്രസ് വേയും ഗംഗ എക്സ്പ്രസ് വേയും പോലുള്ള വൻകിട റോഡ് ശൃംഖലകൾ ഗ്രാമീണ മേഖലകളെ രാജ്യത്തെ പ്രധാന വ്യവസായ കേന്ദ്രങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കും. പശ്ചാത്തല സൗകര്യ വികസനം ഇത്രയേറെ വേഗത്തിൽ നടക്കുന്ന മറ്റൊരു കാലഘട്ടം UPയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. വ്യവസായ വളർച്ചയും കാർഷിക പുരോഗതിയും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പുതിയ പദ്ധതികൾ ലക്ഷ്യമിടുന്നത്. ഉത്തർപ്രദേശിനെ രാജ്യത്തെ മുൻനിര ഡിഫൻസ് കോറിഡോറാക്കി മാറ്റുന്നതിലൂടെ പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കുന്ന വലിയ ഫാക്ടറികളാണ് ഇനി ഇവിടെ വരുന്നത്. ഇതുവഴി നമ്മുടെ യുവാക്കൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ ഉയർന്ന ശമ്പളമുള്ള ജോലികൾ ലഭ്യമാകും. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി അത്യാധുനിക അഗ്രിടെക് പാർക്കുകളും വലിയ കോൾഡ് സ്റ്റോറേജ് ശൃംഖലകളും സ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി സർക്കാർ സേവനങ്ങളെല്ലാം കൂടുതൽ ലളിതമാക്കാനും അഴിമതി പൂർണ്ണമായും തുടച്ചു നീക്കാനും പുതിയ സ്മാർട്ട് ഗവേണൻസ് പദ്ധതികൾ സഹായിക്കും.
നഗരങ്ങളിലെ പോലെ തന്നെ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്കും മികച്ച ചികിത്സ ഉറപ്പാക്കാൻ എല്ലാ ജില്ലകളിലും പുതിയ മെഡിക്കൽ കോളേജുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും സ്ഥാപിക്കുന്ന വൻകിട പദ്ധതിയും സർക്കാർ ആവിഷ്കരിച്ചു കഴിഞ്ഞു. ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിച്ച് വോട്ട് നേടാൻ നോക്കുന്ന പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെ വികസനവും ജനസേവനവും മുൻനിർത്തി മാത്രമായിരിക്കും BJP നേരിടുക. പാവപ്പെട്ടവർക്കുള്ള വീടുകൾ, മെച്ചപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ്, കർഷകർക്കുള്ള ധനസഹായങ്ങൾ, സൗജന്യ റേഷൻ പദ്ധതികൾ എന്നിവയെല്ലാം കൃത്യമായി ലഭ്യമാക്കുക എന്നതാണ് ഒരു നല്ല സർക്കാരിന്റെ കടമ. അത് ഉറപ്പാക്കാനാണ് BJPയുടെ MP-മാരും MLA-മാരും ജനപ്രതിനിധികളും ഇപ്പോൾ മുതൽ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. വെറുതെ വോട്ട് ചോദിക്കുക എന്നതിലുപരി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടറിയാനും വികസന നേട്ടങ്ങൾ പങ്കുവയ്ക്കാനും ഈ സമ്പർക്ക പരിപാടി സഹായിക്കും. താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി നിരന്തരമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെ മാത്രമേ യഥാർത്ഥ ജനാധിപത്യം സാധ്യമാകൂ എന്ന് പാർട്ടി വിശ്വസിക്കുന്നു. ഈ വലിയ പ്രവർത്തനങ്ങളിൽ BJPയുടെ കൂടെയുള്ള രാഷ്ട്രീയ ലോക്ദൾ, നിഷാദ് പാർട്ടി, അപ്നാദൾ തുടങ്ങിയ മുന്നണി പാർട്ടികളെല്ലാം പൂർണ്ണ ഒറ്റക്കെട്ടായാണ് അണിനിരക്കുന്നത്. വെറും സീറ്റ് വിഭജന ചർച്ചകൾക്കപ്പുറം സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് എല്ലാ സഖ്യകക്ഷി നേതാക്കളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. UPയിലെ ആകെ 403 മണ്ഡലങ്ങളിലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായ വലിയ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങും. ഇത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയുള്ള വലിയൊരു പ്രതിരോധമായി മാറും. മുന്നണിയിലെ ഓരോ കക്ഷിയും പരസ്പര വിശ്വാസത്തോടെയും ഐക്യത്തോടെയുമാണ് ജനസേവനത്തിന് ഇറങ്ങുന്നത്. മുതിർന്ന നേതാക്കളുടെ വലിയ പരിചയസമ്പത്തും പുതിയ യുവാക്കളുടെ ആവേശവും ചേർത്തുള്ള വലിയൊരു ജനസമ്പർക്ക പരിപാടിയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഓരോ ബൂത്തിലും ജനങ്ങളെ സഹായിക്കാനുള്ള സമിതികൾ കൂടുതൽ ശക്തമാകും. വികസനത്തിന്റെ സന്ദേശവുമായി ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വലിയ പിന്തുണയാണ് പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. സർക്കാർ സേവനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനും അഴിമതി തുടച്ചു നീക്കാനും ഈ ജനകീയ പങ്കാളിത്തത്തിന് സാധിക്കും. ജനങ്ങൾ തന്നെയാണ് വലിയ ശക്തി എന്ന ബോധ്യത്തോടെയാണ് ഓരോ പ്രവർത്തകനും ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നത്. ജനങ്ങളുടെ ഈ വലിയ വിശ്വാസവും പ്രവർത്തകരുടെ കഠിനാധ്വാനവും കൊണ്ട് UPയിൽ ഇനി വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. എല്ലാവർക്കും ഒപ്പം, എല്ലാവർക്കും വികസനം എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം ജനങ്ങൾ എപ്പോഴും ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.